ഞാൻ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചപ്പോഴും ഹസ്ബൻഡിന്റെ ഫാമിലിയാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ എല്ലാവർക്കും എപ്പോഴും വരില്ലല്ലോ, അവസരങ്ങൾ അങ്ങനെ കിട്ടില്ല, ചെയ്യ് എന്ന് പറഞ്ഞ് എന്നെ അവരാണ് എൻകറേജ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഇൻഡസ്ട്രീനെ നന്നായിട്ട് റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു കല എന്ന് പറയുന്ന ഇൻഡസ്ട്രി, അത് ഏത് ഏത് കലയിൽ ഏത് മേഖലയായാലും അവർ നന്നായിട്ട് അതിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഈ പണ്ടത്തെ സീരിയലിന്ന് ഇപ്പത്തെ സീരിയലിൽ നോക്കുന്ന സമയത്ത് ചേച്ചിക്ക് എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇപ്പത്തെ ഒരു ആക്ടിങ് മെത്തേഡ് കാരണം പണ്ടൊക്കെ ദൂരദർശനിൽ എന്ന് പറയുമ്പോ ഞാനൊന്നും ജനിച്ചിട്ടില്ല. ആ സമയത്താണ് ചേച്ചിയൊക്കെ സീരിയലിൽ അഭിനയിക്കണേ. അപ്പൊ അത്രയും എക്സ്പീരിയൻസ്ഡ് ആണ്. അന്നത്തെ ഒരു കാഴ്ചപ്പാടും അല്ല ഇന്നത്തെ സീരിയലിന് ആൾക്കാർക്ക് ഉള്ളത്. പിന്നെ ഈ പറയണ പോലെ ഇപ്പോ ആ പഴയ സീരിയലിന്റെ കട്ട്സ് ഒക്കെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നുണ്ട്. അതൊക്കെ ചേച്ചി കണ്ടായിരുന്നോ? കാണാറുണ്ട്. ചിലർക്ക് എനിക്ക് അയച്ചു തരും. ഞാൻ അവിടെ കൂടുതലാകുന്ന സമയത്ത് ചിലപ്പം നമുക്ക് ഈ പറഞ്ഞ ഒരു എല്ലാ ഇവിടുന്നുള്ള റീൽസും എല്ലാം എനിക്ക് ചിലപ്പോൾ എന്റെ ഫീഡിൽ അൽഗോരിതത്തിന്റെ ഇഷ്യൂ ഉള്ളതുണ്ട്. അപ്പം പലരും അയച്ചു തരുമ്പം ഞാൻ അങ്ങനെ കയറി നോക്കി കാണാറുണ്ട്, സന്തോഷം തോന്നാറുണ്ട്. മാളൂട്ടിയൊക്കെ എന്റെ മോൾ ഉണ്ടായതിനു ശേഷം ഒത്തിരി പഴയതല്ല. അല്ല, എന്നാലും ഞാൻ പറയുവാ, നമുക്ക് അതൊക്കെ കാണുന്ന സമയത്ത് പിന്നെയും ആ ഓർമ്മകളിലേക്ക് എല്ലാരും പോകുന്ന രീതിയിൽ. അപ്പൊ ഈ നമ്മുടെ ആക്ടിങ്ങില് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ചേഞ്ച് ചേച്ചിക്ക് ഫീൽ ചെയ്യുന്നു അന്നത്തെ സീരിയലും ഇന്നത്തെ സീരിയലും? നന്നായിട്ട് വ്യത്യാസമുണ്ട്. അത് അന്ന് പണ്ട് കാലത്തെ സീരിയൽ കണ്ട് ഇപ്പോഴും എന്തുകൊണ്ടാണ് ഞാൻ എത്രയോ സീരിയൽസ് ഞാൻ ചെയ്തു. ഞാൻ 2005 സ്റ്റാർട്ട് ചെയ്ത ആക്ടിങ്.